ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നോമ്പുകാല ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം അടയാളങ്ങൾ കണ്ടിട്ടും വിശ്വസിക്കാത്ത ഹൃദയം. അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 47 വാക്യം നമുക്ക് വായിക്കാം. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. വലിയ നോമ്പിൻ്റെ ഈ പരിശുദ്ധ ദിവസങ്ങളിൽ നാം ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ആത്മീയ യാത്രയിലാണ്. ഈ യാത്രയിൽ നാം കേൾക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ്: ദൈവം സംസാരിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഇന്നത്തെ വേദഭാഗം നമ്മെ ഒരു ഗൗരവമേറിയ തീരുമാനത്തിന് മുന്നിൽ നിർത്തുന്നു. ദൈവസത്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം ആരുടെ വശത്താണ്? ലാസറിന്റെ ഉയർപ്പ് യേശു ചെയ്ത ഏറ്റവും ശക്തമായ അത്ഭുതങ്ങളിലൊന്നാണ്. അത് ജീവന്റെ ശക്തിയുടെ പരസ്യ പ്രഖ്യാപനമായിരുന്നു. എന്നാൽ അത് കണ്ടിട്ടും എല്ലാവരും വിശ്വസിച്ചില്ല. ഇന്നും അതേ അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണുമ്പോഴും അവനെ തിരിച്ചറിയാതെ പോകുന്ന ഹൃദയങ്ങൾ. ഒന്നാമതായി, ദൈവത്തിൻ്റെ അടയാളങ്ങൾ സന്തോഷമോ ഭയമോ? ദൈവത്തിൻ്റെ അടയാളങ്ങൾ സന്തോഷമോ ഭയമോ? ലാസറിൻ്റെ ഉയർപ്പിന് ശേഷം ജനങ്ങൾ വലിയ തോതിൽ യേശുവിലേക്ക് തിരിഞ്ഞു. അത് സാധാരണയായി സന്തോഷം നൽകേണ്ട സംഭവമായിരുന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും സന്തോഷിച്ചില്ല. അവർ ഭയപ്പെട്ടു. എന്തിനായിരുന്നു ഈ ഭയം? അവരുടെ അധികാരം, സ്ഥാനമാനം, സ്വാധീനം ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം. ഇന്ന് ഇത് നമ്മോടും സംസാരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണോ അല്ലെങ്കിൽ അസ്വസ്ഥതയാണോ? ദൈവത്തിൻ്റെ പ്രവൃത്തി എല്ലാവർക്കും ഒരുപോലെ സന്തോഷം നൽകണമെന്നില്ല. ചിലർക്കത് വിശ്വാസത്തിലേക്കുള്ള വിളിയാണ്, ചിലർക്കത് സ്വന്തം സൗകര്യങ്ങൾക്ക് ഉള്ള വെല്ലുവിളിയാണ്. ഇന്നും അതേ ചോദ്യം തന്നെ ഉയരുന്നു: ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ അവനെ സ്വീകരിക്കുകയാണോ അതോ അവനോട് ഭയപ്പെടുകയാണോ? രണ്ടാമതായി, ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ ഉദ്ദേശങ്ങളെക്കാൾ വലിയത്. ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ ഉദ്ദേശങ്ങളെക്കാൾ വലിയത്. യേശുവിൻ്റെ മരണം ഒരു അപ്രതീക്ഷിത സംഭവമായിരുന്നില്ല. അത് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായിരുന്നു. കയ്യാഫയുടെ വാക്കുകൾ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ ജനത്തിനായി മരിക്കുന്നത് ഉത്തമം. കയ്യാഫയുടെ ഉദ്ദേശം എന്തായിരുന്നു? യേശുവിനെ ഇല്ലാതാക്കുക, പ്രശ്നങ്ങൾ ഒഴിവാക്കുക. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ലോകത്തിൻ്റെ രക്ഷ, മനുഷ്യൻ്റെ പാപമോചനം. ഇവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി. മനുഷ്യൻ്റെ ദുഷ്ട ഉദ്ദേശം പോലും ദൈവം രക്ഷയുടെ വഴിയാക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നില്ലേ? നമുക്ക് മനസ്സിലാകാത്ത വഴികളിലൂടെയും വേദനയിലൂടെയും നഷ്ടങ്ങളിലൂടെയും ദൈവം തൻ്റെ വലിയ പദ്ധതിയിലേക്ക് നമ്മെ നയിക്കുന്നു. ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മൂന്നാമതായി, ഹൃദയത്തിൻ്റെ അന്ധത സത്യം കണ്ടിട്ടും നിഷേധിക്കൽ. ഹൃദയത്തിൻ്റെ അന്ധത സത്യം കണ്ടിട്ടും നിഷേധിക്കൽ. യേശുവിൻ്റെ അത്ഭുതങ്ങൾ വ്യക്തമായിരുന്നു, എന്നിട്ടും ചിലർ വിശ്വസിച്ചില്ല. കാരണം ഹൃദയത്തിൻ്റെ അന്ധത. ഈ ഭാഗത്തിൻ്റെ അവസാനം സുവിശേഷകൻ എഴുതുന്നു: അന്നു മുതൽ അവർ അവനെ കൊല്ലാൻ ആലോചിച്ചു. സത്യം അറിഞ്ഞിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഹൃദയം കഠിനമായ ഹൃദയമാണ്. വലിയ നോമ്പ് നമ്മോട് ചോദിക്കുന്നു: ഞാൻ യേശുവിനെ പിന്തുടരുന്ന ശിഷ്യനോ, അല്ലെങ്കിൽ അവനെ എൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റിവെക്കുന്നവരോ? യേശു ആരെയും ഭീഷണിപ്പെടുത്താൻ വന്നില്ല. അവൻ രക്ഷിക്കാനാണ് വന്നത്. പക്ഷേ അവനെ രക്ഷകനായി സ്വീകരിക്കണമോ വേണ്ടയോ, അത് നമ്മുടെ തീരുമാനമാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൽ നമുക്ക് ഒരു വഴി തിരഞ്ഞെടുക്കണം. ഭയത്തിൻ്റെ വഴിയല്ല,
വിശ്വാസത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ അവനെ തിരിച്ചറിയാൻ കഴിയുന്ന ഹൃദയം നമുക്കുണ്ടാകട്ടെ. അവൻ്റെ സാന്നിധ്യത്തിനായി തുറന്ന ഹൃദയങ്ങൾ നമുക്കുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ സത്യം ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെടുമ്പോൾ അത് നിരസിക്കുന്ന ഹൃദയം ഞങ്ങളിൽ ഉണ്ടാകാതിരിക്കണമേ. ഭയത്തിൽ നിന്നുള്ള തീരുമാനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. വിശ്വാസത്തോടും വിനയത്തോടും കൂടെ നിന്നെ പിന്തുടരുന്ന ശിഷ്യരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വലിയ നോയമ്പിൻ്റെ യാത്രയിൽ നിന്റെ ക്രൂശിൻ്റെ അർത്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.